ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ബോൺ ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ. എന്നാൽ ശരീരത്തിലെ ക്യാൻസർ ഇൻസിഡൻസിൽ 1% മാത്രമാണ് ബോണിലുണ്ടാകുന്നത്. ബോണിലുണ്ടാകുന്ന എല്ലാ മുഴകളും തടുപ്പുകളും ക്യാൻസർ ആകണമെന്നില്ല. ഏകദേശം പല ബോണിലുണ്ടാകുന്ന പല മുഴകളും തടുപ്പുകളും പല ബിനൈൻ കണ്ടീഷൻസാണ്, അതായത് നോൺ ക്യാൻസറസ് കണ്ടീഷൻസാണ്. എന്താണ് ബോൺ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ശരീരത്തിലുണ്ടാകുന്ന തടുപ്പുകളെ, മുഴകളെ, അത് പ്രോഗ്രസീവായിട്ട് വളരുക, തടുപ്പുകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബോൺ പെയിൻ എന്ന് പറയും. ബോണിൻ്റെ വേദന, പ്രത്യേകിച്ച് ഒരു ഡൾ എക്സ്ക്രൂസിയേഷൻ പെയിൻ ആയിരിക്കും ബോണിലുണ്ടാകുന്നത്. ബോൺ ക്യാൻസർ കണ്ടീഷൻസ് നമ്മളൊരു കാർന്ന് തിന്നുന്ന വേദനയായിരിക്കും. അത് നമുക്ക് സാധാരണഗതിയിൽ റെസ്റ്റിൽ പീരീഡിൽ അത് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഉറക്കത്തിൽ നിന്നും വേദന കൊണ്ട് നമ്മൾ എണീക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊരു സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് ജനറൽ സിംറ്റംസ് നമുക്ക് ബോൺ ക്യാൻസറിനോടനുബന്ധിച്ച് വരും. അതായത് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുക, വിളർച്ച അനുഭവപ്പെടുക, ഫെറ്റിക്, അതുപോലെ തന്നെ മുതുകിൽ, പ്രത്യേകിച്ച് വെർട്ടിബ്രൽ ഏരിയയിൽ മുതുകിലുണ്ടാകുന്ന ക്യാൻസേഴ്സിന് നടുവിന് വേദന വരിക, അതുപോലെ തന്നെ നടുവിന് ഒരു ചെറിയ കുനിവ് അനുഭവപ്പെടുക, കൈഫോട്ടിക് ഡിഫോമിറ്റി എന്ന് പറയും. ഇതൊക്കെയാണ് ജനറൽ സിംറ്റംസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ചിലപ്പോൾ നമുക്ക് ഗ്രോത്ത് പെയിനും ബോൺ പെയിനും തമ്മിൽ, ക്യാൻസറസ് പെയിനും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകാം. സാധാരണഗതിയിൽ കുട്ടികളിലുണ്ടാകുന്ന ഗ്രോത്ത് പെയിൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റി റിലേറ്റഡ്, അവിടെ കിടക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന പെയിനാണ്. പക്ഷേ ബോൺ ക്യാൻസറസ് കണ്ടീഷൻസിലെ ഈ വേദന എന്ന് പറയുന്നത് ഉറക്കത്തിൽ അവരെ ഉണ്ടാകുകയും അതവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണ കുട്ടികളുണ്ടാകുന്നത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഒച്ച് സാർക്കോമ ആൻഡ് എവിങ് സാർക്കോമ, അതൊക്കെയാണ് സാധാരണ മാലിഗ്നൻ്റ് ആയിട്ടുള്ള ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. പ്രായമായവരിലാവുമ്പം അത് കൂടുതലും മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് ആയിരിക്കും. ഏകദേശം 50-60% മറ്റ് ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ലങ്സ്, ലിവർ, ബ്രസ്റ്റ്, പ്രോസ്റ്റേറ്റ്, അതുപോലെ തന്നെ റീനൽ സിസ്റ്റം, അങ്ങനെ അവിടെ നിന്നും തൈറോയിഡ്, അവിടെ നിന്നും വരുന്ന, പ്രൈമറിയിൽ നിന്നും വരുന്ന സെക്കൻഡറീസ് നമ്മൾ ബോണിലുണ്ടാകുന്നതാണ് കൂടുതലായും പ്രായമായവരിലുണ്ടാകുന്നത്. പിന്നീട് പ്രൈമറി മാലിഗ്നൻ്റ് ട്യൂമർ, അതായത് മൾട്ടിപ്പിൾ മൈലോമ, ബോൺ മാരോയിലുണ്ടാകുന്ന മറ്റൊരു ട്യൂമർ, ഇതൊക്കെയാണ് പ്രായമായവരിൽ കൂടുതലായും കാണപ്പെടുന്ന മാലിഗ്നൻ്റ് ആയിട്ടുള്ള ബോൺ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ബോൺ ക്യാൻസറിന് നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും? ബോൺ ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കത്തില്ലെങ്കിലും ബോൺ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ നമ്മുടെയൊക്കെ ഒരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ബെറ്റർ ലൈഫ് നമുക്ക് നയിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഏർലി ഡിറ്റക്ഷൻ വിൽ ഹെൽപ്പ് ടു നമുക്കത് നമ്മുടെ ജീവിത നിലവാരത്തെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും, നമുക്ക് ഉണ്ടാകുന്ന ജീവിത വൈഷമ്യങ്ങൾ കുറയ്ക്കുന്നതിനും ഒക്കെ, അതുപോലെ ജീവിത ദൈർഘ്യം കൂട്ടുന്നതിനുമൊക്കെ നേരത്തെയുള്ള ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ നമുക്ക് ബോൺ ക്യാൻസേഴ്സ് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും? എല്ലാവരിലും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൈ റിസ്ക് ഗ്രൂപ്പ്, ആർക്കാണ് ബോൺ ക്യാൻസർ വരാൻ സാധ്യതയുള്ളത് അവരെ നമുക്ക് സ്ക്രീൻ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ആരൊക്കെയാണ് ഈ ഹൈ ഗ്രൂപ്പ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്? നമുക്ക് പ്രധാനമായും നേരത്തെ ഒരു ക്യാൻസർ ലക്ഷണം വന്നിട്ട് അത് ചികിത്സിച്ചവർ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പാണ് എപ്പോഴും. അവർക്ക് ബോൺ പെയിൻ വരുവാണെങ്കിൽ തീർച്ചയായും അത് നമ്മൾ സ്ക്രീനിങ്ങിന് പോകേണ്ടി വരും. അതുകൂടാതെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഓഫ് എന്തെങ്കിലും ബോൺ ക്യാൻസേഴ്സ് വല്ലവരും ഉണ്ടായവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസേഴ്സ് ഉണ്ടായവരിൽ നമുക്കെപ്പോഴും ഹൈ റിസ്ക് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യണം. കൂടാതെ നേരത്തെ ക്യാൻസർ വന്ന് ചികിത്സിച്ച് ഭേദമായവർക്ക് വീണ്ടും എന്തെങ്കിലും പ്രോഗ്രസീവായിട്ട് ബോൺ പെയിനോ അങ്ങനെ വരുവാണെങ്കിൽ അതും ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. കൂടാതെ റേഡിയേഷൻ എക്സ്പോഷർ കൂടുതലായിട്ടുള്ളവർ, നമ്മുടെ ഇൻഡസ്ട്രിയിലായാലും ജോലി സംബന്ധമായും റേഡിയേഷൻ എക്സ്പോഷർ കൂടുതലുള്ളവർക്ക് എപ്പോഴും സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു, ഫാമിലി ഹിസ്റ്ററി, എന്തെങ്കിലും കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിട്ടുള്ളവരെ, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും നേരത്തെ ചെറിയ മുഴകളോ തടുപ്പുകളോ ഉണ്ട്, അത് കൂടുതലായിട്ട് വളരുകയോ അല്ലെങ്കിൽ കൂടുതൽ വേദന വരികയോ, ഇതെല്ലാം ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിനകത്ത് പെടുന്നവരാണ്. ഇവരെല്ലാം നമ്മൾ പ്രത്യേകം സ്ക്രീനിങ് ഇതിലേക്ക് കൊണ്ടുവരുന്നതും അവർക്ക് നമുക്ക് നേരത്തെ ബോൺ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. സാധാരണയായി പ്രായമായവരിൽ വരുന്ന ട്യൂമേഴ്സിൽ, ക്യാൻസറസ് കണ്ടീഷനിൽ കൂടുതലും ഞാൻ പറഞ്ഞു മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്, കൂടുതലും നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ നട്ടെല്ല്, നമ്മുടെ ഇടുപ്പല്ല്, അതുപോലെ തന്നെ നമ്മുടെ തുടയിലിൻ്റെ മുകൾ ഭാഗം, അവിടെയൊക്കെയാണ് ഇത് കൂടുതലായും. അതുപോലെ തന്നെ വാരിയല്ലുകൾ, അവിടെയൊക്കെയാണ് സെക്കൻഡറീസ് കൂടുതലായും കാണപ്പെടുന്നത്. ഏകദേശം 50-60% പ്രായമായവരിൽ വരുന്നത് ഇതുപോലുള്ള സെക്കൻഡറീസ് ആണ്. സ്ത്രീകളിലാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സെക്കൻഡറീസ് ആണ്. പുരുഷന്മാരിലാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രോസ്റ്റേറ്റിക് ക്യാൻസറിൻ്റെ സെക്കൻഡറീസ് ആണ്. എന്തൊക്കെയാണ് നമ്മുടെ സ്ക്രീനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്? ഈ ഹൈ റിസ്ക് ഗ്രൂപ്പിനെ നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയമാക്കാം. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു വേദനയുള്ള ഭാഗത്ത് എക്സ്റേ പരിശോധനയാണ്. പിന്നീട് നമുക്ക് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി അത് MRI സ്കാൻ, CT സ്കാൻ, അതുപോലെ തന്നെ ബോൺ സ്കാൻ, അതുപോലെ തന്നെ പെറ്റ് സ്കാൻ, ഇന്ന് വളരെ അധികം പ്രചാരത്തിലുള്ള
ബോൺ ട്യൂമേഴ്സ് കണ്ടുപിടിക്കാനും സെക്കൻഡറീസ് കണ്ടുപിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് പ്രത്യേകിച്ച് ചില ബോൺ ട്യൂമേഴ്സ് ഇപ്പോൾ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് PSA എന്ന പ്രോസ്റ്റേറ്റിൻ്റെ സെക്കൻഡറീസും പ്രോസ്റ്റേറ്റിക് ഇത് കണ്ടുപിടിക്കാൻ പ്രോസ്റ്റേറ്റിക് ക്യാൻസർ കണ്ടുപിടിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എലിവേഷൻ, ESRൻ്റെ എലിവേഷൻ, ഇതൊക്കെ നമുക്കൊരു ബോൺ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മൈലോമ പ്രായമായവരിൽ വരുന്ന ഒരു പ്രൈമറി മാലിഗ്നൻ ബോൺ ട്യൂമറാണ് മൾട്ടിപ്പിൾ നമ്മുടെ മജ്ജയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ട്യൂമറാണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇലക്ട്രോഫോറസിസ്, അതായത് പ്രോട്ടീൻ ഇലക്ട്രോഫോറസ് വഴി കണ്ടുപിടിച്ച് അത് ഡയഗ്നോസ്റ്റിക്കാണ്. പിന്നെ നമുക്ക് ബയോപ്സി എടുക്കാം. എപ്പോഴും ഒരു MRI പരിശോധനയ്ക്ക് ശേഷമാണ് ബയോപ്സി, നീഡിൽ ബയോപ്സി ആകാം അല്ലെങ്കിൽ ഓപ്പൺ ബയോപ്സി ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ അത് MRIയുടെ റിസൾട്ടിനെ ബാധിക്കുന്നതുകൊണ്ട് ഒരു MRI പരിശോധന കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മളെപ്പോഴും ബയോപ്സിക്ക് വേണ്ടി പ്രൊസീഡ് ചെയ്യുന്നത്. അങ്ങനെ ഹൈ റിസ്ക് ഗ്രൂപ്പിനെ കണ്ടെത്തി അവയ്ക്ക് വേണ്ട സ്ക്രീനിങ് പ്രോഗ്രാംസ് നേരത്തെ നടത്തിയാൽ നമുക്ക് ബോൺ ക്യാൻസേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാം. തീർച്ചയായും ബോൺ ക്യാൻസർ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്താൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പി ആയാലും റേഡിയോതെറാപ്പി ആയാലും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നേരത്തെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിത നിലവാരം ഇമ്പ്രൂവ് ചെയ്യാനും ജീവിത ദൈർഘ്യം ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ജീവിത വൈഷമ്യങ്ങൾ കുറയ്ക്കാനും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് സാധിക്കും.